സുന്നി ചെലവിൽ വളർന്ന് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ സ്ഥാപനത്ത് കൊണ്ട് പഠിച്ചു വളർന്ന് വലുതായി മങ്കൂസ് മൗലൂദ് ഓതിക്കൊണ്ട് അതിൻ്റെ ആത്മീയയുടെ പരിവേഷം നേടി മൊഹിദീന്മാല ചൊല്ലിക്കൊണ്ട് അതിൻ്റെ ആത്മീയ പരിവേഷം നേടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ മതരാഷ്ട്രവാദത്തിന് പാലം പണിത് കൊടുക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ SKSF സമസ്തയും തയ്യാറാകും. അതുകൊണ്ട് സുന്നിസം വിട്ട് ഞങ്ങൾ കളിയില്ല, സമസ്തയുടെ മുഷാവറ വിട്ടുകൊണ്ട് കളിയില്ല. അതിനാൽ ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യം, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിനെ വളർത്തേണ്ടത് സുന്നി ചെലവിലല്ല, സുന്നികളുടെ വെള്ളം കുടിച്ചുകൊണ്ടല്ല. അവരവരുടെ നഷ്ടപ്പെട്ട, ഇന്ന് ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ നെട്ടോട്ടം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി, ചക്രശ്വാസം വലിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ഇന്ന് പൊട്ടിത്തകർന്ന് എട്ടിൽ പൊട്ടിത്തകരാൻ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന നദ്വത്തുൽ മുജാഹിദീൻ, അവർക്ക് ഊർജം കൊടുക്കാൻ സുന്നിൻ്റെ ചെലവിൽ ശ്രമിക്കരുത്. അദബ് ലംഘിച്ചാൽ, അനാദരവ് പ്രകടിപ്പിച്ചാൽ അതിൽ നിന്നുകൊണ്ട് സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം സമസ്തക്കുണ്ട്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അതുവരെ പറയേണ്ടവർക്കൊക്കെ പറയാം, അതുവരെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടവർക്ക് ചർച്ച ചെയ്യാം, അത് മാന്യമായി കൊണ്ടായിരിക്കണമായിരുന്നു. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ 40 അംഗ മുഷാവറയിൽ അന്ന് വന്ന എല്ലാ 35-ലധികം വരുന്ന ഉസ്താദുമാരും ഒറ്റക്കെട്ടായി അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇജ്മാ ആയി ഒരു തീരുമാനമെടുത്താൽ അതാണ് സമസ്തയുടെ അവസാനത്തെ വാക്ക്. സമസ്തയുടെ ഏകോപന സമിതി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്താൽ അതുമാണ് സമസ്തയുടെ അവസാനത്തെ വാക്ക്. അതിന്മേൽ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്, അതിനെ ഓഡിറ്റ് ചെയ്യുന്നത് പാരമ്പര്യത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിനോ അദബിൻ്റെ മേൽ കെട്ടിപ്പൊക്കപ്പെട്ട ഒരു സമാജത്തിൻ്റെയോ അണികൾക്ക് ചേർന്ന പാരമ്പര്യമല്ല. നമ്മൾ അവിടെ വിശ്വസിക്കുന്നു. 40 അംഗ മുഷാവറ മെമ്പർമാർ ഒരാളെ പുറത്താക്കിയാൽ, ഒരാളോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അത് സമസ്തയുടെ അവസാനത്തെ വാക്കാണ്. അത് അംഗീകരിക്കാൻ കേരളത്തിലെ മുസ്ലിം ബഹുജന സാമാന്യം സമസ്തയിൽ വിശ്വാസമർപ്പിച്ച മുഴുവൻ ജനങ്ങളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആരെങ്കിലും അതിന്മേൽ വീണ്ടും ഒരു ചർച്ച സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ മൈതാനം കുളമാക്കാനാണ് ശ്രമമെങ്കിൽ അവർക്കൊക്കെ കേവലം അല്പായുസ് മാത്രമേ ഉണ്ടാവൂ. സമസ്തയുടെ വഴിയിലേക്ക് എല്ലാവരും, ഞങ്ങളുടെ കൂടെ ഇന്ന ആളുണ്ടെന്നാരും ധരിക്കണ്ട, എല്ലാവരും സമസ്തയുടെ വഴിയിലേക്ക് വരും. കഴിഞ്ഞ ചരിത്രം അതാണ്. ഇന്നാർക്കെങ്കിലും സമസ്തയുടെ തീരുമാനത്തിൽ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ ഈ സംഘടനയുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരും. ആ കാര്യത്തിൽ ആരെങ്കിലും ചില തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചേക്കണം. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദമാർ സമസ്തയുടെ തീരുമാനത്തിന് ലംഘിക്കുമെന്നാരും കരുതണ്ട. സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുണ്ടാകും. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം എന്നും ശക്തിയുക്തം ഉജ്ജ്വലമായി കൊണ്ട് തീർന്നിട്ടുള്ളത്. ഞാനൊരൊറ്റ ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ സമസ്തയുടെ മുഷാവറയിൽ പ്രമേയം കൊണ്ടുവന്നത് ഖാദിയാനി കാഫറാണ്. ഖാദിയാനി കാഫറാണ്. ആ തീരുമാനം സമസ്ത എടുത്തു. ഒറ്റക്കെട്ടായി പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞു. ഒരാൾ, കണ്ണൂർ ജില്ലയിലുള്ള ഒരാൾ തൻ്റെ മകളെ കെട്ടിച്ചത് വയനാട് ജില്ലയിലേക്കാണ്, കൽപ്പറ്റയിലേക്കാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോയ ചെറുപ്പക്കാരൻ പിന്നെ ഖാദിയാനിയായി. സമസ്ത ഖാദിയാനി കാഫറാന്ന് പറഞ്ഞതോടുകൂടി തൻ്റെ മകളെ ഭർത്താവിൻ്റെ സമ്മതമൊന്നും ചോദിക്കാതെ വിളിച്ചിറക്കി തൻ്റെ നാട്ടിലെ കണ്ണൂർ ജില്ലയിൽ കൊണ്ടുവന്നു. അയാൾ തൻ്റെ ഭാര്യ പിതാവിനെതിരെ തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. തലശ്ശേരി കോടതിയിൽ കേസെത്തി. കോടതി തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെട്ടുകൊണ്ട് കേസെടുക്കപ്പെട്ട പ്രതിയുടെ നേരെ ചോദ്യം ഉന്നയിച്ചു. നിങ്ങൾ എൻ്റെ കക്ഷിയുടെ ഭാര്യയെ അയാളുടെ സമ്മതമില്ലാതെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അത് കുറ്റകരമാണ് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മറുപടി, ഞാൻ എൻ്റെ മകളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ കാരണം? എൻ്റെ മകൾ ഭർത്താവ് സൗഹൃദപരമായി അന്ന് ജീവിക്കുന്ന സമയത്ത് ഒന്നായിരുന്നു. പക്ഷേ അയാൾ പിന്നെ ഖാദിയാനിയായി. ഖാദിയാനി കാഫറാണ്. അതുകൊണ്ട് ഖാദിയാനി കാഫറായതുകൊണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ മകളെ ഇനി നിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇംതിയാലായി വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞു. ഞാൻ അതോടുകൂടി എൻ്റെ മകളെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ഖാദിയാനി കാഫറാണോ? ചോദ്യം ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഖാദിയാനി പറയുന്നുണ്ടല്ലോ, പിന്നെങ്ങനെ എൻ്റെ കക്ഷി കാഫറാകുന്നു എന്ന ചോദ്യത്തിന് ആ സാധാരണ മനുഷ്യൻ പറഞ്ഞ മറുപടിയുണ്ട്. അതാണ് എവിടെയും പറയേണ്ട മറുപടി. അതെനിക്കറിയണ്ട. എൻ്റെ ആ കാര്യത്തിലെന്നല്ല, കേരള മുസ്ലിമീങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസപരമായ എല്ലാ കാര്യത്തിലും
അതിൻ്റെ അവസാനത്തെ വാക്കാണ് സമസ്ത മുഷാവറ. മുഷാവറ പറഞ്ഞു ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ കേസ് സമസ്തയോടാണ്. ഷംസുലമ്മ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി കോടതിയിൽ ഹാജരായി സമൻസ് കൈപ്പറ്റി. വക്കീലിൻ്റെ ചോദ്യം ശംസുലമ്മയോടാണ്. ഷംസുലമ്മ കൃത്യമായി മറുപടി പറഞ്ഞു, ഖാദിയാനി എന്തുകൊണ്ട് പിഴച്ചു. വക്കീലിൻ്റെ വാദത്തിൽ നിന്നുകൊണ്ട് തന്നെ ഖാദിയാനി പിഴച്ചു എന്ന് ശംസുലമ്മ സമർത്ഥിക്കുകയും അവസാനം സമസ്തക്ക് അനുകൂലമായി കോടതി വിധി പറയുകയും ചെയ്തു. ഞാൻ ആ സാധാരണ മനുഷ്യൻ്റെ വാക്കാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. എനിക്കതറിയില്ല, സമസ്ത അതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ, സമസ്തയുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്താണ് എന്ന് കരുതുന്നവർ, അത്രമേൽ സമസ്തയുടെ അകത്തുള്ള സൗഭാഗ്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയവർ, സമസ്തയുടെ എല്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചു വന്നവർ, അവർക്ക് അവസാനത്തെ വാക്ക് സമസ്തയായിരിക്കണം. അതുകൊണ്ട് സമസ്ത ഒരു പ്രഖ്യാപനം നടത്തിയാൽ അതിൽ പിന്നെ അതിനെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട കാര്യമില്ല. അത് പിന്നെ ചർവണം നടത്തിക്കൊണ്ട് അതിൻ്റെ കുത്തിച്ചൂന്ന അന്വേഷണങ്ങളുടെ ആവശ്യമില്ല. സമസ്തയാണ് അവസാനത്തെ വാക്ക്. ആ വാക്ക് സ്വീകരിക്കാൻ കേരളത്തിലെ മുസ്ലിം സാമാന്യം ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കിനിയും മടങ്ങി വരാവുന്നതേയുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളെ സ്വീകരിക്കണമെന്ന് മാത്രം. കേരളീയ സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളുടെ ധാരണ സമസ്ത നാളിതുവരെ ഇതുപോലെ വെല്ലുവിളി നേരിട്ടിട്ടില്ല എന്നാണ്. ഇതിനപ്പുറം വലിയ വെല്ലുവിളി നേരിട്ട കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു രോമത്തിൽ തൊടാൻ ഒരു സംഘടനകൾക്കും ആളുകളും സാധിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ പുതിയ വെല്ലുവിളി കേവലം ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളായിക്കൊണ്ട് ഉയർന്നു വരുന്നതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ചുണക്കുട്ടികളായ SKSF പ്രവർത്തകന്മാർ നേടാൻ മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളിയും തടവെച്ചുകൊണ്ട് സമസ്ത മുന്നോട്ട് പോകും. ഇതിൻ്റെ കൂടെ നിൽക്കണം. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇതിൻ്റെ മേൽ മുതലെടുക്കാൻ നവീന സംഘടനകൾ മെനക്കെടണ്ട. അവർക്ക് ചില ധാരണകളുണ്ട്, ഇതിൽ കൊണ്ട് അടർത്തിയെടുത്തുകൊണ്ട് സ്വന്തമാക്കണമെന്ന്. ഞങ്ങൾ അതിൻ്റെ കാര്യത്തിൽ അവരോടും പറയുന്നത്, അടർന്നു പോയാലും ഞങ്ങൾ ജ്വലിച്ചു നിൽക്കുമെന്ന ധാരണ വരുത്തുന്നവരോടും പറയട്ടെ, കടലിൽ തിരമാല ആഞ്ഞു വീശുമ്പോഴും ഒരു കുട്ടിക്ക് തോന്നുന്നു, പണ്ട് സമദാനി പറഞ്ഞ ഉപമയാണ്, ഞാനത് കടമെടുത്തുകൊണ്ട് പറയുന്നു. തിരമാലയുടെ മുമ്പിൽ ചെന്ന് അറബിക്കടലിൻ്റെ തീരത്ത് ചെന്ന് കുട്ടി ചിന്തിക്കുന്നു, ഞാൻ അതിൽ നിന്നുകൊണ്ട് നുരഞ്ഞു പോകുന്ന ആ പതയുടെ മേലെ ആഞ്ഞു വീശുന്ന തിരമാല ഞാനതിങ്ങെടുക്കട്ടെ, എന്നിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാനതിൻ്റെ ആരവം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ബക്കറ്റിൽ ആഞ്ഞു വീശുന്ന തിരമാല എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ കുട്ടി പറയുന്നു, ആട് തിരമാലേ പാട് തിരമാലേ. ആടാനും പാടാനും പറഞ്ഞാൽ ആ തിരമാല പാടില്ല. അത് ആ ബക്കറ്റ് വെള്ളത്തിൽ ഇങ്ങനെ ശാന്തമായി കൊണ്ടു നിൽക്കുക എന്നല്ലാതെ അത് കടലിനോട് ചേരുമ്പോഴേ അതിനാരവമുണ്ടാവും. അതുകൊണ്ട് അടർത്തി എടുത്തുകൊണ്ട് സ്വന്തം ബക്കറ്റ് മുമ്പിൽ വെച്ചുകൊണ്ട് ആട് തിരമാലേ എന്ന് പറയാനാ നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് ആടൂല. അത് ഈ കടലിനോട് ചേരുമ്പോഴേ അതിനാരവമുണ്ടാകൂ. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്തെ അതിന് ശക്തി ഉണ്ടാകൂ. അതുകൊണ്ട് ഈ കടലിൽ ലയിച്ചു ചേർന്നാൻ ഇതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തയ്യാറാകണം. അതിനപ്പുറത്ത് ആര് എന്ത് പേര് പറഞ്ഞുകൊണ്ട് എത്ര വലിയ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവത്തിൻ്റെ പെരുമ്പറ നടിച്ചുകൊണ്ട് പറഞ്ഞാലും സമസ്ത വിട്ടങ്ങ് പോയാൽ, സമസ്തം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടാൽ അത്തരം ഒന്നിനും ശക്തി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വെച്ചു, നവീന സംഘടനകൾ മുതലെടുക്കേണ്ട. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കും നദ്വത്തുൽ മുജാഹിദീനും കേരളത്തിൽ വേരോട്ടമുണ്ടായിരുന്നില്ല. അവർക്കൊരു നിലക്കും ശക്തമാവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരൊരു വിപ്ലവം മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് സുന്നികളെ എങ്ങനെയെങ്കിലും അടർത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന ഗവേഷണം അവർ നടത്തിയത്. അതുകൊണ്ടാണ് അവർ ചില വിപ്ലവങ്ങൾ നടത്തിയത്. ഹിസ്റ്ററി കോൺഫറൻസും മറ്റു പല കോൺഫറൻസുകളും നടത്തിക്കൊണ്ട് സുന്നി ബിരുദധാരികളായ പല വിദ്യാർത്ഥികളെയും അവർ എടുത്തുകൊണ്ട് അവിടെ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. ഒരു ഭാഗത്ത് അവർ മങ്കൂസ് മൗലിദിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും മങ്കൂസ് മൗലിദ് എരിയ ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദിൻ്റെ പേരിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വിളിക്കുന്നത് ഈ പണ്ഡിതന്മാരെയാണ്. ഞങ്ങൾ അപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ പ്രബന്ധത്തിൻ്റെ ആധാരമാണ് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫതുഹുൽ മുബീൻ, അത് പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ അത് പറയുമ്പോഴും ഫതുഹുൽ മുബീൻ എഴുതിയ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് മുഹിദ്ദീൻ മാൽ എഴുതിയത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്നെയാണ് മങ്കൂസ് മൗലിദും എഴുതിയത്.
മങ്കൂസ് മൗലൂദി എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയരുടെ മുറ്റത്തല്ലാതെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം വിജയിച്ചിട്ടില്ല. അത് പുഷ്കലമായിട്ടില്ല. മഹാനായ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം എഴുതിയ മുഹിദ്ദീൻ മാലയുടെ ആത്മീയതയുടെ പരിസരത്ത് വെച്ചുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞതും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെ നയിച്ചതും അതെല്ലാം സുന്നി ആത്മീയ തറവാട്ടിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് സുന്നിസം വിട്ടൊടിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ അന്തസത്തയാകുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം വിട്ടുകൊണ്ട് തവസ്സുലും ഇസ്തിഗാസയും വിട്ടുകൊണ്ട് അവരാരും ഇവിടെ വിപ്ലവം നയിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആത്മീയത വേണ്ട. മങ്കൂസ് മൗലൂദി ഷിർക്കാണ്, മുഹിദ്ദീൻ മാല ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയും എന്നാൽ അവരെഴുതിയതായ വിപ്ലവാത്മകമായിരിക്കുന്ന പ്രബന്ധങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളും ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ പരിപ്രേക്ഷ്യങ്ങളും സന്ദർഭത്തിൽ അടർത്തിയെടുത്തുകൊണ്ട് സെമിനാർ നടത്താൻ വേണ്ടി ചില പണ്ഡിതന്മാരായ ബിരുദധാരികളെ അടർത്തിയെടുത്തുകൊണ്ട് സുന്നികളെ വെടക്കാക്കാനും അല്ലെങ്കിൽ അത്തരം ആളുകളിലൂടെ ആളെ കൂട്ടാനുമാണ് ശ്രമമെങ്കിൽ അത്തരം ജമാഅത്തെ ഇസ്ലാമിക്ക് പാലം പണിത് കൊടുക്കേണ്ടവനല്ല സമസ്തയുടെ സ്ഥാപനത്തിലെ ബിരുദധാരി. അവർ പഠിക്കേണ്ടത് സമസ്തയുടെ ആശയത്തെയാണ്, അവർ പ്രചരിപ്പിക്കേണ്ടതും സമസ്തയുടെ ആശയത്തെയാണ്. അതുകൊണ്ട് സുന്നി ചെലവിൽ വളർന്ന് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ സ്ഥാപനത്ത് കൊണ്ട് പഠിച്ചു വളർന്ന് വലുതായി മങ്കൂസ് മൗലൂദ് ഓതിക്കൊണ്ട് അതിൻ്റെ ആത്മീയയുടെ പരിവേഷം നേടി, മുഹിദ്ദീൻ മാല ചൊല്ലിക്കൊണ്ട് അതിൻ്റെ ആത്മീയ പരിവേഷം നേടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ മതരാഷ്ട്രവാദത്തിന് പാലം പണിത് കൊടുക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഇരുത്തേണ്ടടുത്തിരുത്താൻ SKSF സമസ്തയും തയ്യാറാകും. അതുകൊണ്ട് സുന്നിസം വിട്ട് ഞങ്ങൾ കളിയില്ല, സമസ്തയുടെ മുഷാവറ വിട്ടുകൊണ്ട് കളിയില്ല. അതിനാൽ ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യം, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിനെ വളർത്തേണ്ടത് സുന്നി ചെലവിലല്ല, സുന്നികളുടെ വെള്ളം കുടിച്ചുകൊണ്ടല്ല. അവരവരുടെ നഷ്ടപ്പെട്ട ഇന്ന് ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ നെട്ടോട്ടം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി, ചക്രശ്വാസം വലിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ഇന്ന് പൊട്ടിത്തകർന്ന് എട്ടിൽ പൊട്ടിത്തകരാൻ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന നദ്വത്തുൽ മുജാഹിദീൻ, അവർക്ക് ഊർജം കൊടുക്കാൻ സുന്നിൻ്റെ ചെലവിൽ ശ്രമിക്കരുത്. സുന്നത്ത് ജമാഅത്ത് ഒന്നിച്ചു നിന്നാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെന്ന് പറയാനുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞാൽ ആദർശേരി അക്കീം ഫൈസിയോടും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് സുന്നി സമുദായത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ, ആശയപരമായി സമസ്തയാണെങ്കിൽ ഒറ്റക്കെട്ടായിരുന്ന് ഒരുമിച്ചുകൊണ്ട് നവീന സംഘടനകളെ പ്രതിരോധിക്കാൻ നമുക്ക് ശക്തിയായി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനപ്പുറത്ത് ഇതിൽ നിന്നുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കി തകരാൻ ശ്രമിക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കപ്പൽ യാത്രക്കാരിൽ ഒരു കപ്പൽ യാത്രക്കാരൻ തനിക്ക് ദാഹമാകുന്ന സന്ദർഭത്തിൽ ആ കപ്പലിൻ്റെ ഒരു ഭാഗം തുരന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ, വെള്ളം അകത്തേക്ക് കടത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അയാളെ പാട്ടിന് വിട്ടാൽ, അയാളങ്ങ് തുരന്നോട്ടെ, അയാൾ ഈ കപ്പൽ നശിപ്പിച്ചോട്ടെ, അയാൾ അവിടേക്ക് വെള്ളം കപ്പലിലേക്ക് കടത്തിക്കോട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് കണ്ടില്ല അത് കേട്ടില്ല എന്ന് മനസ്സിലാക്കി അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് വിട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാളെ മാത്രമല്ല കപ്പൽ മൊത്തം മുഴുകി, കപ്പൽ മൊത്തം മുങ്ങി, കപ്പൽ യാത്രക്കാർ മുഴുവനും കടലിൽ മുങ്ങി മരിക്കും. അയാളെ പിടിച്ചു കെട്ടിയാൽ, അയാളെ ഇരുത്തേണ്ടടുത്തിരുത്തിയാൽ, അയാളെ നേർവഴിയിലേക്കാക്കിയാൽ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ചെയ്യല്ല, നീ തുരങ്കം പണിയെടുക്കല്ല, നീ ഈ രൂപത്തിലേക്ക് വിഭാഗീയത കൊണ്ടുപോകല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി നേരാ വഴിയിലേക്ക് അയാളെ കൊണ്ടുവന്നാൽ, അങ്ങനെ അയാൾ മാറാൻ തയ്യാറായാൽ അയാൾക്ക് രക്ഷപ്പെടാം. അയാൾ അത് കേൾക്കാതെ വീണ്ടും തുരക്കുന്നെങ്കിൽ അയാളെ പിടിച്ചു കെട്ടിയാൽ അവർക്ക് മാത്രമല്ല അയാളടക്കം കപ്പലിലെ മുഴുവൻ യാത്രക്കാർക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠത്തിൽ കൊണ്ട് നമ്മളും പറയുന്ന സമസ്ത ഇതാണ്. 40 അംഗ മുഷാവർ മെമ്പർമാർ ഈ കപ്പലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഒരാളോട് നല്ല നിലക്ക് പറഞ്ഞത്, തുരക്കല്ലേ, ഇതിൽ തുരപ്പം പണിയെടുക്കല്ലേ, ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പാലം പണിയല്ലേ, ഇതിൽ നെടുവത്തുകാരുടെ ആശയം പ്രചരിപ്പിക്കല്ലേ, ആ കുട്ടികളെ കൂടി ഇതിൻ്റെ കൂടെ നിർത്തണേ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കാഞ്ഞിട്ട്, ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കാഞ്ഞിട്ട് ഇനിയൊന്ന് പിടിച്ചു കെട്ടാനേ ശ്രമിച്ചിട്ടുള്ളൂ. ആ പിടിച്ചു കെട്ടിയിട്ടേ ഇപ്പൊ സമസ്തയുള്ളൂ. അതുകൊണ്ട് അത് തുറന്നു വിട്ട് സത്യം മനസ്സിലാക്കി കൃത്യമായി ഞാൻ എടുക്കുന്ന പണി കപ്പൽ മുങ്ങാൻ ഇടയാക്കി നോക്കുമോ എന്ന ബോധ്യത്തോടുകൂടി ഞാനിനി അത് തുരപ്പുന്നില്ല, ഞാൻ പ്രശ്നത്തിനില്ല, ഞാൻ സമസ്തയുടെ കൂടെ ഈ യാത്രക്കാരെ കപ്പലിനെ രക്ഷപ്പെടുത്താൻ കൂടെയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വരുന്ന പക്ഷം നമുക്കൊന്നിച്ച് ഈ കപ്പൽ യാത്രയെ, ഈ ഉമ്മത്തിൻ്റെ പ്രയാണത്തെ, ഈ സമാജത്തിൻ്റെ യാത്രയെ നമുക്കൊന്നിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ
പിടിച്ച് കെട്ടുകടിയിട്ട് തന്നെ അവിടെ കെട്ടപ്പെടാനും സമസ്തക്ക് കരുത്തുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, SKSF-ന്റെ ഈ ദൗത്യം വിജയപ്രദമായി കൊണ്ട് മുന്നോട്ട് പോകേണ്ട ദൗത്യമാണ്. ഇത് വിജയിപ്പിച്ചെടുക്കേണ്ട കടമ നമ്മൾക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട SKSF-ന്റെ ചെറുപ്പക്കാർ നമ്മൾ ഈ സംഘടിപ്പിച്ചത് ഏതോ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്തും പണ്ട് എല്ലാ വിവാദങ്ങളിലും, മുടി വിവാദ സമയത്താവട്ടെ, മാസപ്ര വിവാദ സമയത്താവട്ടെ, ഏതൊക്കെ വിഷയ സമയത്താവട്ടെ, ലൈവായി ഏത് സമയമുണ്ട് അപ്പോഴൊക്കെ SKSF ഇടപെട്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം അത് വിജയിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആശയപ്രചരണത്തിൻ്റെ സംഘശക്തിയാണ് SKSF. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. മഹാനായ ശംസുലമ പോറ്റി വളർത്തിയ പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റെടുത്തതും SKSF-ആണ്. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാൽ SKSF-ന്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ തുടക്കം അത് തുടർന്ന് മുന്നോട്ട് പോകേണ്ട പ്രയാണമാണ്. ഒരുപാട് പണച്ചെലവോടുകൂടി ഇത് സംരക്ഷണം ചെയ്യപ്പെടുന്ന മേഖലകളിലും റെക്കോർഡ് ചെയ്യപ്പെട്ട് വീണ്ടും സംരക്ഷണം ചെയ്യപ്പെടേണ്ട മേഖലകളിലും അതുപോലത്തെ മറ്റു പല പദ്ധതികളിലും സമ്പത്ത് വലിയ ചെലവഴിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു ദഅവത്ത് എന്ന നിലക്ക് വലിയൊരു കൈത്താങ്ങായി നിങ്ങളിതിൻ്റെ കൂടെ നിൽക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിഖായിയുടെ നീലപ്പട്ടാളം നിങ്ങളെ സമീപിക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങളുടെ നാണയത്തൊട്ടുകൾ നിങ്ങൾ അതിൽ നിക്ഷേപിക്കുക. ഒരുപാട് ചേർന്നുകൊണ്ട് വേണം ഈ പലതുള്ളി പെരുവെള്ളമായി SKSF-ന്റെ കരുത്ത് നൽകാൻ. ഞങ്ങൾ വ്യക്തമായി പറയുന്ന ആരോടുമുള്ള അന്ധവിരോധം സമസ്തക്കില്ല, ബഹുമാനപ്പെട്ട ആലിമീങ്ങൾക്കില്ല. ക്ഷമയുടെ, വിട്ടുവീഴ്ചയുടെ പരമ്യത നെല്ലിപ്പടി കണ്ട ശേഷമാണ് ഒരു ഇടപെടൽ സമസ്ത നടത്തിയത്. ആ ഇടപെടൽ കേട്ടപ്പോഴേക്കും കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകബോധം പല വേഗത്ത് കൊണ്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. വിവേകം വൈകി വന്നാലും സ്വാഗതാർഹമാണ്. അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കണമെന്നത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. ആ ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടായ ഈ സമൂഹം എന്നാണോ സമസ്ത വേണ്ട എന്ന് പറയുന്നത് അന്ന് വേണ്ട, എന്നാണോ സമസ്ത വേണമെന്ന് പറയുന്നത് അന്ന് വേണം. സമസ്ത പറയുന്നത് സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമായ നമുക്ക് കരുത്തുള്ളൂ. അതുകൊണ്ട് SKSF-ന്റെ ഇപ്പോഴത്തെ പ്രചരണം സമസ്ത എടുത്ത തീരുമാനം അത് പ്രചരിപ്പിക്കലാണ്. നാളെ മറ്റൊന്ന് സമസ്ത എടുത്താൽ അത് സമസ്ത പ്രചരിപ്പിക്കും.